നമസ്കാരം. ഞാനൊരു മതേതരനാണെന്ന് വാദിക്കുന്ന MSF നേതാവായ PK നവാസിനോടാണ്. MSFന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇറക്കിയ പ്രൊമോ സോങ്ങിൽ എവിടെ നിന്നാണ് ഇമ്രാൻഖാന്റെ ചിത്രം കയറി വന്നത്? പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനോട് എന്ത് വിധേയത്വമാണ് MSFനും മുസ്ലിം ലീഗിനും ഉള്ളത്? ഈ ചോദ്യം ഇന്നത്തെ തലമുറ നിങ്ങളോട് ചോദിക്കുകയാണ്. MSFന്റെ സംസ്ഥാന പരിപാടി അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിൽ നിങ്ങൾക്കൊരു പ്രൊമോ സോങ് ഉണ്ടാക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരില്ലേ, അവരുടെ ഫോട്ടോ ഉപയോഗിച്ചുകൂടെ? അല്ലെങ്കിൽ മറ്റേതെല്ലാം തരത്തിലുള്ള നേതാക്കന്മാരുണ്ട്? കോൺഗ്രസിലെ നേതാക്കന്മാരുടെ എടുത്തൂടെ? UDF നേതാക്കന്മാരെ എടുത്തൂടെ? എന്തിനാണ് പറയുന്നു PK നവാസിന്റെ തന്നെ ഒരു ഫോട്ടോ വെച്ച് ആ ഒരു പ്രൊമോ സോങ് ചെയ്താൽ പോരായിരുന്നു? എന്തുകൊണ്ട് ഇമ്രാൻഖാനെ അതിന്റെ ഇടയിൽ കുത്തിത്തിരുമി കയറ്റിയിരിക്കുന്നു? സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ ആ പ്രൊമോ സോങ് മുക്കി കണ്ടം വഴി ഓടിയിട്ടുണ്ട് MSFന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാർ. PK നവാസിനോട് ചോദിക്കുവാനുള്ളത്, PK നവാസ് എപ്പോഴും മതേതരനാണെന്ന് 100 വട്ടം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ്. PK നവാസിന്റെ ഉള്ളിലെ വർഗീയത എത്രത്തോളം ഉണ്ടെന്ന് പല സാഹചര്യങ്ങളിലും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശത്രു, ഭാരതത്തിനെ ഏത് ഗ്യാപ്പിൽ കിട്ടിയാലും അടിച്ചാക്രമിക്കുവാൻ വേണ്ടി നിൽക്കുന്ന പാകിസ്ഥാൻ പോലുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗാം അറ്റാക്ക് നമ്മൾ കണ്ടു. നമ്മുടെ സഹോദരന്മാർ രക്തം വാർന്ന് മരിക്കുന്നത്, അവരുടെ കുടുംബാംഗങ്ങളും മക്കളും ഒക്കെ വാവിട്ട് കഴിയുന്ന ദൃശ്യം പോലും നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ആര് കാരണം? ഇതേ പാകിസ്ഥാനിലെ ചാവേറുകൾ കാരണം. ഈ ചാവേറുകളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ പോലൊരു രാഷ്ട്രത്തിന്റെ മുൻ പ്രധാനമന്ത്രി അത് നിങ്ങളുടെ പ്രൊമോ സോങ്ങിൽ ഒരു ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ആശയമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? പാകിസ്ഥാന് വേണ്ടിയിട്ടോ? ഭാരതത്തിനകത്ത് പാകിസ്ഥാന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിട്ട് MSF മാറിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഈ നാട്ടിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു നെറുകെട്ട പ്രവർത്തനം ഉണ്ടായത് അത് ഒരിക്കലും കേരളം എന്നല്ല, ഭാരതത്തിലെ ഒരു പൗരനും അംഗീകരിക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയം മാറ്റി നിർത്താം, മുസ്ലിം ലീഗെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ BJP-കാരെന്നോ എന്നുള്ള ആശയങ്ങളെല്ലാം മാറ്റി നിർത്താം. ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ്, ഭാരതീയ പൗരനാണ് എന്നുള്ള ആശയം മുൻനിർത്തി കഴിഞ്ഞാൽ ഭാരതത്തിനകത്തുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കകത്ത് വന്ന പ്രൊമോ സോങ്ങിൽ ഭാരതത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യർ അതിൽ നിന്നും എന്താണ് വായിച്ചിരിക്കുന്നത്? MSF പോലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, മുസ്ലിം ലീഗിന്റെ കീഴിൽ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം തികച്ചും മതവർഗീയത മാത്രം മുന്നിൽ വെച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് തെളിയുന്ന സാഹചര്യമല്ലേ ഇത്? പാകിസ്ഥാന് വേണ്ടി ജയ് വിളിച്ചിരുന്ന ഇമ്രാൻഖാനെ, പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ ആശയങ്ങളും ഇമ്രാൻഖാന്റെ മുഖം പോലും നിങ്ങളുടെ പ്രൊമോ സോങ്ങിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ താമസിക്കുന്നത് ഭാരതത്തിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പാകിസ്ഥാന് വേണ്ടി എന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്, MSFന്റെ ഭാരതത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ചടുല നീക്കങ്ങളെ ഇന്നത്തെ നാട് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ എതിർക്കുക തന്നെ ചെയ്യും. എന്തായാലും ശരി, MSFന്റെ ഇത്തരത്തിലുള്ള ചെറ്റത്തരം എന്ന് തന്നെ ഈ വാക്കിനെ വിളിക്കണം. ഭാരതത്തിനകത്തിരുന്നു കൊണ്ട് ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ മുൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എടുത്ത് പ്രൊമോഷൻ അടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളൊക്കെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? എന്തായാലും ശരി, MSFന്റെ ഈ വിഷയം ചർച്ചയായതിൽ പിന്നെ ആ പ്രൊമോഷൻ വലിച്ച് ബാക്കിലോട്ട് വലിച്ച് മുങ്ങിക്കളഞ്ഞിട്ടുണ്ട് നേതാക്കന്മാരെല്ലാം. മുസ്ലിം ലീഗിനും ഉണ്ടാട്ടമില്ല, MSFന്റെ മറ്റു നേതാക്കന്മാർക്കും ഉണ്ടാട്ടമില്ല. PK നവാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, MSFന്റെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിന് ഒരക്ഷരം ഉരിയാടാൻ പോലും സാധിക്കുന്നില്ല. എന്തായാലും ഈ പ്രൊമോഷൻ വെറുതെ ഇറങ്ങി വരില്ലല്ലോ, ഇതിനെ കൃത്യമായി റിവ്യൂ ചെയ്തിട്ടുണ്ടാകും. ഈ PK നവാസ് എന്ന് പറയുന്ന MSFന്റെ സംസ്ഥാന നേതാവ് തന്നെ ഒരുപക്ഷെ ഈ വീഡിയോ 5-6 തവണ കണ്ടു കാണും. അപ്പോഴൊന്നും ഇമ്രാൻഖാന്റെ ചിത്രം ഇയാളുടെ കണ്ണിൽ പെട്ടില്ല. അപ്പോൾ എന്താണ്? കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. ഇമ്രാൻഖാന്റെ ഫോട്ടോ ചിത്രം ആ പ്രൊമോഷനുള്ളിൽ വരണം, അത് ഞങ്ങളുടെ ആശയം കൂടിയാണെന്ന് ഒരു തീരുമാനം PK നവാസിനെ പോലുള്ള MSFന്റെ നേതാക്കന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ കൃത്യമായിട്ടുള്ള ഭാരതത്തിനെതിരെയുള്ള മതവർഗീയ ചിന്തയുടെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന MSFന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രൊമോ സോങ്ങിലൂടെ പുറത്തു വന്നത്. ഇമ്രാൻഖാന്റെ ചിത്രം അടിച്ചു വെച്ച പ്രൊമോ സോങ്ങിലൂടെ പുറത്തു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു തെറ്റും പറയുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം.